മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. വീടിൻ്റെ അകത്ത്, മേശയ്ക്ക് ചുറ്റും, വാഹനത്തിൽ, പലയിടങ്ങളിലായി നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് വചനമാകുന്ന യേശു ഒരു വിശുദ്ധനിലൂടെ കടന്നു വരാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പരിചയപ്പെടുന്ന വിശുദ്ധൻ്റെ പേര് വിശുദ്ധ ബൊക്കാർഡ്. വിശുദ്ധനായ ബൊക്കാർഡിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും നന്മയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കും അവിടെ മക്കൾക്കും തലമുറകൾക്കും 7 തലമുറകളിലേക്കും പ്രസരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ രോഗങ്ങളും ഈശോയുടെ കരങ്ങൾക്ക് അർപ്പണം ചെയ്തുകൊണ്ട് വിശുദ്ധ ബൊക്കാർഡ് മിഖയ പ്രവാചകനോട് പറയുന്ന വചനം ശ്രദ്ധയോടെ കേൾക്കാം. മിഖയുടെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ കർത്താവിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാർക്ക് ശക്തമായ വിശ്വാസവും തീക്ഷ്ണതരമായ ആത്മീയ പ്രവർത്തനങ്ങളുടെയും നിറസാന്നിധ്യങ്ങളാണ് വിശുദ്ധന്മാർ. അവർക്ക് ദൈവവുമായി ആഴമായ ആത്മബന്ധമുണ്ടായിരുന്നു. വിശുദ്ധ ബൊക്കാർഡ് കർമ്മലിത്ത സഭയിലെ 3ാമത്തെ പ്രിയോർ ജനറലായിരുന്നു. ബൊക്കാർഡ് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പുതിയ നിയമസംഹിത സഭയ്ക്ക് വേണ്ടി എഴുതണമെന്ന് ആ കാലഘട്ടത്തിലെ ആത്മീയ പിതാവായിരുന്ന വിശുദ്ധനായ ആൽബർട്ടിനെ സമീപിച്ച് ആവശ്യം ഉന്നയിച്ചു. ആൽബർട്ട് അത് സ്വമനസ്സാ സ്വീകരിച്ച് നിയമാവലി എഴുതി തിരിച്ചേൽപ്പിച്ചു. അധികം കഴിയാതെ സന്യാസികൾക്കത് നൽകി. പലരും എതിർപ്പുകളും പ്രതിസന്ധികളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. 3-ാം ഒണേരിയസ് പാപ്പ ഈ നിയമാവലി അംഗീകരിച്ചു. അതോടുകൂടി സഭയിലെ പ്രതിസന്ധികൾക്കൊക്കെ കുറെ അവസാനമായി നിയമാവലി അനുസരിക്കാൻ തുടങ്ങി. ബൊക്കാർഡിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു നോക്കിയാൽ അദ്ദേഹം എല്ലാവരോടും ഒരുപോലെ സ്നേഹിച്ച് വളർത്തിയ വിശുദ്ധനാണ്. പ്രത്യേകിച്ച് മുഹമ്മദീയരോട് ഒരു പ്രത്യേകമായ ബന്ധവും അവർക്ക് വേണ്ടി ഒരു പ്രത്യേകമായ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് തിരുസഭയുടെ വളർച്ചയ്ക്കും തിരുസഭയുടെ ഉന്നമനത്തിനും കാര്യമായി സഹായിച്ചു. കൂടാതെ ശാന്തവും കുലീനവുമായ വിശുദ്ധൻ്റെ സമീപനങ്ങൾ വഴി തീക്ഷ്ണതയാർന്ന പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിഹാര പ്രവർത്തികൾ വഴി അനേക മക്കളെ ക്രിസ്തുമതത്തിൽ കൊണ്ടുവരാൻ സഹായിച്ചു. ഈജിപ്തിലെ സുൽത്താന് രോഗശാന്തി നൽകി. തുടർന്ന് സ്നാനസ്നാനം സ്വീകരിച്ചു. അതോടെ വിശുദ്ധ ബൊക്കാർഡ് ആ കാലഘട്ടത്തിലെ ഒരു വലിയ വിശുദ്ധനായി മാറുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഷെയർ ചെയ്യുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.